അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. അവരെ ബലമായി അവിടെ നിന്ന് ബലപ്രയോഗത്തിലൂടെ അവിടെ നിന്ന് നീക്കാൻ ശ്രമിക്കുന്നുണ്ട്. അറസ്റ്റിന് വഴങ്ങുന്നില്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുക മാത്രമായിരിക്കും പോലീസിന് മുന്നിലുള്ള പോംവഴി. അത് അങ്ങനെ അറസ്റ്റിന് വഴങ്ങില്ല എന്ന് പ്രവർത്തകരും ശഠിക്കുന്നുണ്ട്. കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല ആ പ്രവർത്തകരെ എന്ന മട്ടിൽ ഒരു വിഭാഗം അറസ്റ്റിനെ ചെറുക്കുകയും ചെയ്യുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് സമരങ്ങളിൽ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ മാറുന്നേ എന്നാ പിന്നെ കൊണ്ടുപോയതല്ലേ? എന്നാ പിന്നെ ഇതിനകത്ത് ഒരാളെ കൊണ്ടുപോകും. അല്ല ഒരാളെ ഇതിനകത്തൊന്ന് കൊണ്ടു. നിങ്ങളല്ലേ ഇവിടെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്? സമരം അവസാനിപ്പിക്കാൻ നിൽക്കുകയല്ലേ? എന്നാ ഇതിനകത്തൊന്ന് ഒരാളെ കൊണ്ടു. സമരം ചെയ്യുന്ന ആളുകളെ നിങ്ങൾ തോന്നിയവരെ കൊണ്ടുപോകാം. നമ്മുടെ സമരം അപ്പോ നമ്മുടെ സമരം പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമ്മുടെ സമരം സ്റ്റേറ്റിനെതിരായിട്ടുള്ള റോഡ് ഇവർക്ക് ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടുണ്ടാകുന്നത് മുഴുവൻ സാധാരണ ജനങ്ങൾക്കാണ്. അവിടെ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള സമരമല്ല ലക്ഷ്യം, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള സമരമല്ല ലക്ഷ്യമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അറസ്റ്റിന് വഴങ്ങില്ല എന്ന് പറയുകയാണ്. അറസ്റ്റ് ചെയ്ത് ആരെയും കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ഇതിനിടയിൽ നിന്ന് ഒരാളെ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് MLA പോലീസുകാരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ MLAയുടെ നേതൃത്വത്തിൽ തന്നെ പ്രവർത്തകരെയൊക്കെ മാറ്റി റോഡ് ഗതാഗതം സുഗമമാക്കുകയാണ്. അവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കും. അതിലേക്ക് പോലീസ് ആ നടപടിയിലേക്ക് കടക്കുമ്പോഴായിരുന്നു അവിടെ അറസ്റ്റിന് വഴങ്ങില്ല എന്ന് നേതാക്കന്മാരൊക്കെ അറിയിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ അറിയിച്ചത്. CPM-ൻ്റെ ഒരു എന്താണ് പാർട്ടി നേതാക്കന്മാരാരോ അല്ലെങ്കിൽ പാർട്ടി ചിഹ്നമൊക്കെ പതിച്ച ഒരു പോസ്റ്ററൊക്കെ വെച്ച ഒരു കാർ ഉണ്ടായിരുന്നു അതിനിടയിൽ. അതിപ്പോൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അതിലേതെങ്കിലും പ്രധാനപ്പെട്ട നേതാവുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ആ വാഹനം ഉൾപ്പെടെ അവിടെ ഈ പ്രതിഷേധക്കാർ തടഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വാഹനങ്ങൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. പോലീസ് തന്നെ റോഡ് ഗതാഗതം സാധാരണ നിലയിലാക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. പ്രവർത്തകരെ മാറ്റിയിട്ടുണ്ട്. അറസ്റ്റിന് വഴങ്ങില്ല, പക്ഷേ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സമരം അത് മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ വിശദീകരിക്കുന്നു.